അപ്പം നമ്മൾ രാജാ സാറിൻ്റെ ഒരു മനോഹരമായിട്ടുള്ള ഒരു പാട്ട് നമ്മൾ പറ്റുന്ന പോലെയൊക്കെ പാടി. അപ്പോൾ അതിൻ്റെ അഭിപ്രായം അറിയണമല്ലോ. ആൾക്ക് ഇനി എന്തോന്ന് പറയാൻ അല്ല, പറ്റും? എന്നാലും അഭിപ്രായം അറിയണമല്ലോ. നാട്ടുകാർക്ക് ഇഷ്ടപ്പെട്ട് കാണും. എന്നാലും ഇവിടെ ഗാനഭൂഷണം 1ാം റാങ്കിൽ പാസ്സായ 2 പേരുണ്ട്. ഒരാൾ വെളി പറയത്തില്ല, ആള് കുറെ നാളായിട്ട് ഇവിടെ തന്നെ നിൽക്കുന്നത്. അത് മീനൂട്ടിയാണ്. പിന്നെ വേറൊരാള് വരുത്തം വന്നിട്ടുണ്ട്, പുള്ളി ഫസ്റ്റ് റാങ്ക് ഗാനഭൂഷണം. നമുക്കൊന്ന് വിളിച്ചു നോക്കാം, അഭിപ്രായം ചോദിക്കാം. അപ്പൊ പോരട്ടെ, ഡെയിൻ ആൻഡ് മീനുട്ടി. അതിന് കൈയടിച്ചോണ്ട് വരുന്നേ നിന്നെ തന്നെ. ഡെയിൻ ഹലോ ഹലോ ഹായ് ഗാനഭൂഷണം ഡെയിൻ. 1ാം റാങ്ക് കിട്ടുകാരൊക്കെ പബ്ലിക്കിനോട് അറിയിച്ചു. ഞാൻ ആത്മാർത്ഥമായിട്ട് ചോദിക്കാൻ, ഞങ്ങൾ പാടി, നിങ്ങൾ ഇത്രയും പഠിച്ച് പാസ്സായ ഒരു മനുഷ്യൻ ഇവിടെ ഉണ്ടെന്നുള്ള ആർക്കും അറിഞ്ഞൂടാ. ഒരു മനുഷ്യനും പുള്ളിക്ക് അറിഞ്ഞൂടാ. കാരണം പുള്ളി പഠിച്ച് പാസ്സായ പുള്ളിക്ക് അറിഞ്ഞൂടാ. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു പാട്ടിനെ കുറിച്ച്? എന്റെ മുഖത്ത് പാട്ടിനെ കുറിച്ച് ഞാൻ പറയണം. ഒരുപാട് തെറ്റുണ്ടെന്ന് അറിയാം, പക്ഷെ എല്ലാം കൂടെ പറയരുത്. പതുക്കെ പതുക്കെ വേദനിപ്പിക്കൂ. ആദ്യം തന്നെ 2 പേരും സുന്ദരനും സുന്ദരിയുമായിട്ടുണ്ട്. പിന്നെ ഗാനത്തിലോട്ട് കിടക്കുകയാണെങ്കിൽ കിടക്കാലോ. 2 പേരും നന്നായി പാടി. ഇത് ഞങ്ങളോട് ചോദിക്കുന്നത് തെറ്റ്. നിങ്ങൾ ഇത്രയും പഠിച്ച സ്ഥിതിക്ക് അല്ലേ, കുറെ നാളായിട്ട് ഈ കുട്ടി ഇവിടെ നിൽക്കുകയാണ്. പലപ്പോഴും പല പാട്ടുകളൊക്കെ പാടാറുണ്ട്. ഇനി ഞാൻ ഒരു പ്രോമിസ് കൊടുത്തിട്ടുണ്ട്. കാരണം മീനൂട്ടി ഞാനുമായിട്ട് ഒരു ഡ്യുവറ്റ് പാടുന്നുണ്ട്. പ്രോമിസ് തന്നിട്ടുണ്ട്. ഞാൻ ഒരിക്കലും അത് മാറ്റുന്നില്ല. തീർച്ചയായിട്ടും ഉടനെ തന്നെ ഒരു 10-15 എപ്പിസോഡിനാവും അത് കാണും. 5 വർഷമായിട്ട് ഈ പ്രോമിസ് ചെയ്യുന്നുണ്ടല്ലോ. ഞങ്ങൾ കാക്കേ കാക്കേ പാടുന്നുണ്ട്. നാണം കെടുത്താണ്. കാക്കൊന്നുമില്ല, നല്ല പാട്ട് കേട്ടു. നല്ല പ്രേക്ഷകർ കാത്തിരിക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും നമ്മൾ ഉറപ്പായിട്ട് പാടും. ഓക്കെ അല്ലേ? പിന്നെ നിങ്ങളുടെ പാട്ടിനെ കുറിച്ച് വളരെ കാര്യമായിട്ട് പറയേണ്ട ഒരാളാണ് വിദൂഷി. ഗായത്രി എന്റെ ഫേവറേറ്റ് പാട്ടാണ് സാർ ഇത്. ഞാൻ ഒരുപാട് സ്റ്റേജുകളിൽ പാടിയിട്ടുമുണ്ട്. അപ്പം വളരെ വളരെ സന്തോഷം. നമ്മുടെ 2 സൂപ്പർ സ്റ്റാർസ് കൂടിയിട്ട് ഈ പാട്ടിന്ന് ഒരു സൂപ്പർ സ്റ്റാർ, ഒരു സൂപ്പർ സ്റ്റാറും ഒരു സൂപ്പർ സ്റ്റാറി. സൂപ്പർ സ്റ്റാറും 1 റൈസിംഗ് സ്റ്റാറും. അപ്പൊ ഓക്കെയാണോ? റേസ് ആവുന്നുണ്ട്. അപ്പൊ വിദൂഷിയുടെ വക 1000 മാർക്സ് ഔട്ട് ഓഫ് 10. കൊളായില്ലേ? ഒരു മിനിറ്റ്, അറിയാത്ത ആളിനെയാണോ നമ്മള് പാട്ടിന്റെ റിവ്യൂ അറിയാനായിട്ട് ചോദിച്ചത്? ആദ്യമായിട്ട് എനിക്ക് 10,000 കിട്ടിയത്. ഹായ്, ഇതാരാന്നറിയോ? എനിക്കറിയാം. ആരാണ്? ഗായത്രി മാം. ഇതാരാന്നറിയോ? രമ്യ ആന്റി. ഇതാരാന്നറിയോ? ചോദിക്കുന്നേ എന്താ മറന്നുപോയോന്ന് അറിയണല്ലോ. അങ്ങനെ മറക്കരുത്. അങ്ങനെയൊന്നും മറക്കുന്ന ടൈപ്പ് ഒന്നുമല്ല ഞാൻ. ശരി, എങ്കിൽ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. മോക്ക് ആദ്യമായിട്ട് അടി തന്ന ആരാ? അമ്മ. എവിടെയായിരുന്നു അടിച്ചത്? അതോർമ്മയില്ല. ഒന്നും മറക്കില്ല എന്ന് പറഞ്ഞോണ്ട് ഞാൻ ചോദിച്ചത്. അങ്ങനെയല്ല, ഞാൻ പറയാൻ നിന്നപ്പോ നിങ്ങൾ ഇടക്കേറി പറഞ്ഞു. ഞാൻ പറഞ്ഞില്ലേ രമ്യ ഇടയ്ക്ക് കയറരുതെന്ന്? അത് കാര്യമാണോ കയറിയത്? ഞാൻ കയറിയില്ല. ഞങ്ങളാരും കയറിയില്ല. അങ്ങനെ മറക്കില്ല എന്ന് ഉറപ്പിച്ച് പറയണ്ട. ചിലപ്പം ഈ പണ്ട് നടന്ന കാര്യങ്ങളൊന്നും എനിക്ക് അത്ര ഓർമ്മ ഉണ്ടാവില്ല. പക്ഷെ ഈ റീസെന്റ് ആയിട്ട് നടന്ന കാര്യങ്ങളെല്ലാം. ലാസ്റ്റ് അടി തന്ന ആരാ? ലാസ്റ്റ് അടി തന്നത് അനിയനായിരുന്നു. എപ്പോഴെങ്കിലും അടി കിട്ടിക്കൊണ്ടിരിക്കും അല്ലേ? എപ്പോഴും ഇങ്ങനെ ഇന്നാളെന്നൊന്നുമില്ല, ഓടി നടന്ന് അടി മേടിക്കുന്നതുകൊണ്ട്. ശരി, പോട്ടെ. നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ട് ഇന്നലെ ആരാ തന്നെ? ഇന്നലെ അനിയൻ. ഈ കൊച്ചിനെ ഇങ്ങനെ ഇട്ട് അടിക്കുന്ന നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ലേ? നമുക്കൊരു പേരിട്ട് കൊടുക്കാം. അടിയോടി അടിയോടടി. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.